BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം കൈവരിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ KC വേണുഗോപാലിന് അനുകൂലമായ ഘടകങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ വിശ്വാസമുള്ള നേതാവ് എന്നതിലും ഉപരി ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുന്നതിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകോപിപ്പിച്ച് ഒപ്പം നിൽക്കുന്നതിലും KC വഹിച്ച നിർണായകമായ പങ്ക് അദ്ദേഹത്തിന് നിയമസഭാ കക്ഷിയിലുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചു. കേരളത്തിന് അർഹമായ കേന്ദ്ര വിഹിതങ്ങളും ഫണ്ടുകളും ഡൽഹിയിൽ നിന്ന് നേടിയെടുക്കാൻ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹത്തിനുള്ള അനായാസമായ പാഠവും വരും കാലങ്ങളിൽ സംസ്ഥാനത്തിന് ഗുണകരമാകുമെന്ന വിശ്വാസം പാർട്ടി കേന്ദ്രങ്ങൾക്കുമുണ്ട്. പാർട്ടി അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് KC വേണുഗോപാൽ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടനങ്ങൾ നടത്തരുതെന്ന് DCC അധ്യക്ഷന്മാരോടും KPCC അധ്യക്ഷന്മാരോടും അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടത് ഇതിന്റെ ഒരു തെളിവാണ്. വ്യക്തിപൂജയേക്കാൾ പാർട്ടി അച്ചടക്കത്തിന് മുൻഗണന നൽകുന്ന KCയുടെ ഈ നിലപാട് ഉയർന്ന രാഷ്ട്രീയ മൂല്യമാണ് ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം VD സതീശൻ അനുകൂലികൾ നടത്തുന്ന പരസ്യ പ്രകടനങ്ങൾ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അവമതിപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന വിമർശനവും ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ സതീശന് അനുകൂലമായി നടക്കുന്ന പ്രചാരണങ്ങളും കമന്റുകളും വെറും PR വർക്കുകൾ മാത്രമാണെന്നും യഥാർത്ഥ ജനവികാരവും MLA-മാരുടെ പിന്തുണയും തനിക്കൊപ്പമാണെന്നുമാണ് KC പക്ഷത്തിന്റെ ഉറച്ച നിലപാട്. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയുള്ള ഒരു നേതാവിനെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്ന ചോദ്യമാണ് KC വേണുഗോപാൽ അനുകൂലികൾ ഉയർത്തുന്നത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിച്ച പരിചയ സമ്പത്ത് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന് പുതിയ കരുത്ത് പകരുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. മറ്റു നേതാക്കളായ VD സതീശനും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഡൽഹിയിലെ സ്വാധീനവും MLA-മാർക്കിടയിലെ സ്വീകാര്യതയും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറെ അടുപ്പിക്കുന്നുണ്ട്. അച്ചടക്കം പാലിച്ചുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കാൻ KCയെ പോലെ ഒരു സമുന്നത നേതാവ് തന്നെ വേണമെന്നാണ് അണികൾക്കിടയിലെയും പൊതുവായ വികാരം. ദേശീയ രാഷ്ട്രീയത്തിന്റെ നെടും തൂണായി പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത് സംസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം നൽകും എന്നതിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഉടനീളമുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും ഭരണപരിചയവും കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വലിയ സഹായകമാകും. ഡൽഹിയിലെ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും KCക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് മുടങ്ങിക്കിടക്കുന്ന പല കേന്ദ്ര പദ്ധതികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കേവലം ഒരു പ്രാദേശിക നേതാവ് എന്നതിലുപരി ഒരു പാൻ ഇന്ത്യൻ നേതാവ് എന്ന നിലയിൽ കേരളത്തിന്റെ ബ്രാൻഡ് വാല്യൂ ആഗോളതലത്തിൽ ഉയർത്താൻ KCക്ക് സാധിക്കും. ഭരണതലത്തിലെ പ്രായോഗിക ബുദ്ധിയും തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വേഗതയുമാണ് KCയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മുൻപ് കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നും ജനമനസ്സിലുണ്ട്. ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വിമാനത്താവള, റെയിൽവേ വികസന പദ്ധതികളിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് കൃത്യമായ ഫണ്ട് മാനേജ്മെന്റും വിദേശ സഹായങ്ങളും ഉറപ്പാക്കാൻ KCയുടെ രാജ്യാന്തര ബന്ധങ്ങൾ ഗുണകരമാകും. കൂടാതെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം നേതാക്കളെയും MLA-മാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും എടുത്തു പറയേണ്ടതാണ്. സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക പ്രചാരണങ്ങളെക്കാൾ പ്രായോഗിക രാഷ്ട്രീയത്തിലും ഭരണ നൈപുണ്യത്തിലും വിശ്വസിക്കുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നത് കേരളത്തെ അടുത്ത 5 വർഷം വികസനത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. MLA-മാരുടെ എണ്ണം മാനദണ്ഡമാക്കാൻ തീരുമാനിച്ചാൽ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.